നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണവും അത് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഡാഷ്മോനെ കാണാൻ. ഡാഷ്മോന്റെ പ്രയോഗം. അതേസമയം നമുക്ക് ഇന്നത്തെ പ്രത്യേക സാഹിത്യ യുദ്ധത്തെക്കുറിച്ച് അല്പം പറയണം. അത് വേണം. ഇന്ന് ഇപ്പം ട്രംപ് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സിനിമയിൽ അത് ഇപ്പോൾ വളരെ പരിഹാസ്യമാണ് പുള്ളിയുടെ അന്ത്യശാസനം. അതുകൊണ്ട് ഒരു സിനിമയിൽ ഈ ജഗതി പറയുന്നേക്കാം, ഞാൻ ആദ്യമായി നിനക്കൊരു അന്ത്യശാസനം തരാം. ഇപ്പം എത്ര അന്ത്യശാസനമായി ട്രംപിൻ്റെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഈ ദിവസവും ഞാനൊരു എഴുന്നേറ്റാൽ ആദ്യം ഞാൻ ഫോളോ ചെയ്യുന്ന അന്താരാഷ്ട്ര വാർത്ത, പ്രത്യേകിച്ച് ഈ ഇറാൻ സംഭവമാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഞാനിത് ഒരു ദിവസം എണീറ്റാൽ എൻ്റെ ആദ്യത്തെ ഫോളോ ചെയ്യുന്ന വാർത്ത അത് ഞാൻ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും നോക്കും. പാകിസ്ഥാനിലെയും സൗദി അറേബ്യയിലെയും ഇറാനിലെയും ഒക്കെ പത്രങ്ങൾ ഞാൻ നോക്കും. അപ്പം എനിക്ക് ഇന്ന് ഇതിനൊരു വല്ലാത്തൊരു ഭയം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇറാൻ അണ്വായുധം ഉണ്ടാക്കിയാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ദോഷമാണ്, അതുകൊണ്ട് ഇറാനെ തടയണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനൊരു ആക്രമണം ഉണ്ടായപ്പോൾ കുഴപ്പമില്ലാന്ന് കരുതി. പക്ഷേ ഇറാൻ്റെ ഈ ചെറുത്തുനിൽപ്പും അവരോട് ദയയില്ലാതെ ട്രംപ് നടത്തുന്ന സമീപനം നമുക്ക് വളരെ ഒരു രാജ്യമല്ലേ. എനിക്കിതിൽ നിന്ന് ഏറ്റവും വികാരം തോന്നിയത് ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിൻ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ്, ഞാനും ഈ രാജ്യത്തെ ജനങ്ങളും ഈ രാജ്യത്തിന് ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നാണ്. ഇത് കുഴപ്പമുണ്ടാക്കും. അപ്പോൾ അവർക്കിനി ഒന്നും നോക്കാനില്ലെന്നല്ലേ? ഒന്നും നോക്കാനില്ല, അതിനർത്ഥം അതാണ്. അത് വലിയ കുഴപ്പമുണ്ടാകും. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങളുടെ ജനങ്ങളും ആ ഒരു മാനസികാവസ്ഥയിലായി മാറി. മാത്രമല്ല ട്രംപ് അങ്ങ് തുറന്നു പറയുകയാണ്, ആ എണ്ണ ഞങ്ങൾ എടുക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ വെനസ്വേല അയാൾ സ്വന്തമാക്കിയിട്ട് വെനസ്വേലയിലെ എണ്ണ നിങ്ങൾക്ക് വേണേൽ തരാം, ഞങ്ങൾക്ക് ആവശ്യത്തിനുണ്ടേ എന്ന് പറഞ്ഞ് അതേ രീതി പറയാണ്. അത് തന്നെയാണ്, എണ്ണ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കൃത്യമായൊരു പരിഹാരം ഉണ്ടാവണം. ഇറാനെ വിചാരിച്ചത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് പോയി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ തുടങ്ങിയെന്ന് തോന്നി. നാളെ രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സമയം നാളെ രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുന്നത് വലിയ അറ്റാക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ട്രംപ് പറയുന്ന പോലെ അല്ലല്ലോ ചെയ്യുന്നത്. ഒരു പക്ഷേ ചെയ്യാൻ തീരുമാനിച്ചു. പണ്ട് യുദ്ധം ഉടനെ ഇല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു നിർത്തി വെച്ചെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആക്രമിക്കുക. അതുകൊണ്ട് വളരെ അപകടകരമായ അവസ്ഥ. ഇത് ഇപ്പം തന്നെ നമ്മളാരും വെളിയിലേക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ GCC രാജ്യങ്ങളുള്ളൂ, UAE-യിലും സൗദിയിലും ഒക്കെയുള്ള മലയാളികൾ വളരെ നിരാശരും ദുഃഖിതരുമാണ്. കാരണം അവിടെയെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല, സ്കൂളുകളില്ല, ബിസിനസ് ഇല്ല. ഞാൻ പറഞ്ഞു അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തകരാറിലായിരിക്കുകയാണ്. അതെ, നമ്മളത് കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചർച്ച ചെയ്തപ്പോൾ അതിനടി വന്ന ഒരാൾ കമൻറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളവർ അവിടെ പറയുന്നുണ്ട് അവിടെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ആരും അത് സമ്മതിക്കുന്നില്ല, നിയമപ്രശ്നങ്ങളുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത ആരാന്നറിയാം, ഇപ്പൊ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരിക്കും, ജോലി ചെയ്യേണ്ട. പക്ഷേ ഇവരുടെ എല്ലാം തൊഴിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് മാത്രമല്ല ഈ ജനവാസ മേഖലകളിലേക്ക് ഇവരുടെ ആക്രമണം വന്നാൽ അറ്റ കൈക്ക് അവർ ചെയ്തു. അതായത് ഇവരെ തകർക്കാൻ വന്നാൽ പിന്നെ ഇവരുടെ മുമ്പിലുള്ള വഴി, ഇവരിപ്പോഴും ഈ അയൽ രാജ്യങ്ങളെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്നത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ഈ അറബ് രാജ്യങ്ങൾ ഇല്ലാതാകാൻ ആഗ്രഹമില്ല. അവരുടെ അധീശത്വം നിലനിർത്താൻ മാത്രമേ ആഗ്രഹമുള്ളൂ. പക്ഷേ അമേരിക്ക ഇവരെ അടപടലം തീർക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് ഇതായിരിക്കും. അല്ല, അവരെ താവളം അമേരിക്ക അവിടെ കൊടുത്തതാണ് ഈ GCC കൺട്രീസിനോട് ഇവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ സൈനിക വ്യൂഹത്തെ ആക്രമിക്കുമ്പോൾ പോലും ലക്ഷ്യം തെറ്റിയാണെങ്കിൽ പോലും മിസൈലുകളോ ഡ്രോണുകളോ ജനവാസ അല്ലെങ്കിൽ അവർ ആക്രമിക്കും. ഇവരെ പാഠം പഠിപ്പിക്കാൻ പറ്റില്ല. രക്ഷയില്ല. അവരുടെ എണ്ണക്കിണറുകൾക്ക് നേരെ, അവരുടെ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം വന്നാൽ പിന്നെ അവർ രണ്ടും കൽപ്പിച്ച് തിരിച്ചടിക്കുക. അവിടെ ആർക്കൊക്കെ നോവുന്നു, നഷ്ടപ്പെടുന്നു അവർ നോക്കാൻ പറഞ്ഞിരിക്കുന്ന പവർ പ്ലാന്റുകൾ തകർക്കും, പാലങ്ങൾ തകർക്കും, സകലതും തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ചർച്ച നമ്മൾ നാളെ ന്യൂസ് ടോക്കിന് ഇരിക്കുമ്പോൾ സിറ്റുവേഷൻ എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. അതിനകത്ത് വേറൊരു കാര്യം കൂടി, നമ്മുടെ സംസ്ഥാനം ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല. എന്തോ കാരണത്താൽ ശ്രദ്ധിക്കുന്നില്ല. ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ആ ഒരു ശ്രദ്ധ മുഴുവൻ ഇലക്ഷനിലേക്ക്. അതുകൊണ്ട് മാത്രമല്ല വിശാഖൻ, ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഇസ്ലാമിക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളുമായിട്ട് ഒരു തരത്തിലും ഡയറക്റ്റ് ബന്ധമില്ലാത്ത ഫലസ്തീനിൽ അല്ലെ ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കും. ഇവിടുത്തെ മേജർ വാർത്തയാണ്, ഇവിടുത്തെ തെരുവിലെല്ലാം ജാഥയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും മലയാളിയെ ബാധിക്കുന്നില്ല. എങ്ങനെയാണ് ബാധിക്കുന്നത്? ഏതെങ്കിലും മലയാളി ഈ പറയുന്ന ഫലസ്തീന് ജോലി ചെയ്യുന്നുണ്ടോ? ആരുമില്ല. പക്ഷേ ഫലസ്തീനെ ആക്രമിക്കുമ്പോൾ അതേസമയം അതിനേക്കാൾ കൂടുതൽ മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ ഫലസ്തീനെ അനുകൂലമായി ഇസ്രായേലിനെതിരായ വലിയ ജാഥകളും പ്രതിഷേധങ്ങളും പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് അനങ്ങാത്തത്? കാരണം ഇവിടെ ഇറാന്റെ ശത്രുപക്ഷത്താണ് സൗദിയും UAE-യും ബഹ്റൈനും കുവൈറ്റും. അതുകൊണ്ട് ഇവർക്ക് ഈ വിഷയത്തെ ഇഗ്നോർ ചെയ്യാനേ പറ്റും. അല്ല, ഇവിടെ പ്രതികരിക്കാൻ പറ്റില്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ അവിടെ നിന്ന് വരുന്നതാണ്. അതാ പറഞ്ഞത്. അപ്പം നമുക്ക് ഇറാൻ അനുകൂലമായിട്ട് പറയാനും പറ്റത്തില്ല, അതുകൊണ്ട് എതിരായി പറയാനും പറ്റത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത്. അല്ല, നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വരുമാനം കിട്ടുന്ന രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ പക്ഷത്ത് ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് അമേരിക്കയെ ചീത്ത വിളിക്കുന്നുണ്ട്, ഇസ്രായേലിനെ ചീത്ത വിളിക്കുന്നു. അതും സൂക്ഷിച്ച അതിനും ഒരു ചെറിയ, പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആമസോൺ കാർഡ് കത്തിയെരിഞ്ഞപ്പോൾ ഇവിടെ പ്രകടനം നടത്തിയവരാണ്. ഈ പ്രകടനം നടത്തിയവർ പാലസ്തീന് വേണ്ടി ഇവിടെ കണ്ണുനീര് പിടിച്ചവന്മാരുണ്ട്. ഹമാസിന് വേണ്ടി അപ്പൊ ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആവേണ്ടതാണ്, പക്ഷെ തൊടുന്നില്ല. കാരണം ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എനിക്ക് ഒരു സഹതാപം, ടു ബി ഓണസ്റ്റ്, ഇറാനോട്. അല്ല, അതിപ്പോ എല്ലാവർക്കും ആയിരുന്നു. നമ്മളൊക്കെ ആദ്യമൊക്കെ നമുക്ക് ഇറാനോട് ഒരു സഹതാപമുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. ഇപ്പൊ കാരണം അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഇറാൻ ചെറുത്തു നിന്നതുകൊണ്ട്. അതെ, ചെറുത്ത് നിന്നോണ്ട്. ഈ ഇറാന് നിരുപാധികം കീഴടങ്ങിയിരുന്നെങ്കിൽ നമുക്കതൊരു വിഷയമല്ല. ഇത്രയും അവർ ചെറുത്തു നിന്നു. അവരുടെ നേതാക്കന്മാരെല്ലാം ഇന്റലിജൻസ് മേധാവി ഇന്നലെ വധിച്ചു. മറ്റേ മുസ്തഫ ഖമേനിക്ക് ബോധമില്ല, അയാൾ കോമായിലാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉള്ളപ്പോഴും ചെറുത്തു നിൽക്കുന്നു. മാത്രമല്ല, ഒരു മര്യാദയില്ലാത്ത മുന്നറിയിപ്പുകളാണ് ട്രംപ് കൊടുക്കുന്നത്. ഇപ്പൊ അതിനകത്ത് JD വാൻസ് ആണ് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പാകിസ്ഥാനൊക്കെ ഇടപെടുന്നുണ്ട്. മാത്രമല്ല, നമ്മൾക്കറിയാം, നമ്മൾ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ ഈ അധിനിവേശം ഇപ്പൊ ഇന്ത്യ പോലും അധിനിവേശത്തിൽ ഇരയായ ഒരു രാജ്യമായിരുന്നു. ഈ നമ്മുടെ ആൾക്കാർ ഇവിടെ എന്തും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു കൊണ്ടുവന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷെ ഈ നൂറ്റാണ്ടിൽ നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് പോലും ഈ അധിനിവേശം അതുമിതമല്ല. അതേസമയം അണുവായുധം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. അതിനല്ലേ ഈ UN-ഉം ഇന്റർനാഷണൽ ആട്ടോമിക് ഈ അണുവായുധം എല്ലാവരും ഉണ്ടാക്കുന്നില്ലേ? പക്ഷേ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു മുങ്ങിക്കപ്പൽ ഇറക്കിയതേ ഉള്ളൂ. അണുവായുധം എല്ലാവരും ഉണ്ടാക്കുന്നു പറയുമ്പോഴും ഈ ഇറാൻ നമ്മളൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് ഉണ്ടാക്കുന്ന. അപ്പൊ ഈവൻ ഇസ്രായേൽ പോലും അവർ അണുവായുധം മറ്റൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായിട്ട് ഉപയോഗിക്കത്തില്ല. ഇവന്മാരും അല്ലെങ്കിൽ ഉത്തര കൊറിയയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം തോന്നത്തില്ല. കാരണം ഇവരുടെ പ്രഖ്യാപിത നയമാണ് ഇസ്രായേൽ ഇല്ലാതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ചർച്ച നടത്തേണ്ടതായിരുന്നു. അതിനാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഒക്കെ ഉണ്ടല്ലോ. ആ ഏജൻസിക്ക് ആവാം, ഐക്യരാഷ്ട്രസഭയുണ്ട്. അവരുടെ പരിശോധനകൾ നടത്തി അവരെ അതായത് ഈ അപകടകാരികളുടെ കയ്യിൽ ഈ സാധനം ചെല്ലാൻ പാടില്ല. അതെ, അവിടെയാണ് പ്രശ്നം. എന്തായാലും നമുക്ക് ആ വിഷയം അല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മേജർ വിഷയത്തിലേക്ക് എടുക്കാം. നമ്മുടെ യഥാർത്ഥ വിഷയം മാത്യു കൊഴുനാടന്റെ പത്രസമ്മേളനം അത് ഉന്നയിച്ച വിഷയങ്ങളാണ്. അതായത് 2018 തന്നെ നമുക്കറിയാമായിരുന്നു ഡാമുകൾ തുറന്നു വിട്ടാണ് ഇത് നശിപ്പിച്ചത്. ആ വാർത്തയിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇത് ആര് പറഞ്ഞു എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ പോലും സർക്കാർ സർവ്വവിധ സന്നാഹങ്ങൾ ഉപയോഗിച്ച് എതിർത്ത ഒരു സംഭവം. അന്ന് ഹൈക്കോടതി നിയോഗിച്ചിരുന്ന ഒരു അമിക്കസ് ക്യൂറി ഉണ്ടായിരുന്നു. ആ അമിക്കസ് ക്യൂറി കൃത്യമായി തന്നെ കോടതി റിപ്പോർട്ട് കൊടുത്തിരുന്നു, അന്ന് ഇവർ ചീത്ത വിളിച്ചു. മണിയാശാനൊക്കെ അന്ന് പക്ഷേ പ്രതിസ്ഥാനത്ത് മണിയാശാനാണ്. പക്ഷേ അതെന്താണെന്നറിയാം, നമ്മുടെ ഒരു അജ്ഞത കാരണമാണ്. ഈ ഡാമുകളുടെ കസ്റ്റോഡിയൻ ജലവിഭവ വകുപ്പാണ്. ഡാം സേഫ്റ്റി അതോറിറ്റിയാണ്. ഈ ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇവരാണ്, ജലവിഭവ വകുപ്പാണ്. ഡാമുകളുടെ ഈ ആരോപണങ്ങളൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇന്നത്തെ അതായത് മന്ത്രി കൃഷ്ണൻകുട്ടിയും ഒരു മുതിർന്ന നേതാവും തമ്മിലുള്ള സംഭാഷണം. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകർ മനസ്സിലാക്കണം. 2016 മുതൽ 2021 വരെയുള്ള സർക്കാരിലെ ആദ്യം ഈ ജനതാദളിന്റെ പാർട്ടി തന്നെ എന്തൊരു പേരാണ്. അപ്പൊ ആ പാർട്ടിയുടെ മന്ത്രിയായി ചുമതലയേറ്റത് മാത്യു ടി തോമസ്, തിരുവല്ലയിലെ അതെ, അതായത് കേരളത്തിലെ ഏറ്റവും ആദർശവാനായ നേതാവ്, ഭയങ്കര ഒരു മാർത്തോമാ വൈദികന്റെ മകൻ, വളരെ സ്വാത്വികൻ എന്ന തരത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു 6 അടി 2 ഇഞ്ച് പൊക്കക്കാരനായ മന്ത്രി. അപ്പം ഈ മന്ത്രിക്ക് ഇടക്കാലത്ത് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നു. കൃഷ്ണൻകുട്ടി മന്ത്രി. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, ഈ കൃഷ്ണൻകുട്ടി ഇതിനേക്കാൾ ആദർശമായി ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ചിറ്റൂരിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന കൃഷ്ണൻകുട്ടി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ആദർശശുദ്ധിയുള്ള നല്ല കർഷകനാണ്. നല്ല ഇപ്പം അദ്ദേഹമായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്
ബി അശോക് ആ. KSEB-യുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു വൈദ്യുതി മന്ത്രി. അതെ അതെ അതെ. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കർഷക സമരം നടത്തുന്ന ആളുകളുണ്ട്, ഈ ഗാന്ധിയൻ മൂവ്മെന്റ്, ഇവരൊക്കെ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മന്ത്രിയാണ്, ഒരു മനുഷ്യനോട് താല്പര്യമുള്ള ആളാണെന്നാണ് പറയുന്നത്. പേരുദോഷമില്ലാത്ത ഒരു പേരുദോഷമില്ല. അപ്പം ഇയാൾ വീണ്ടും മന്ത്രിയാവുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അന്നേരം കരുത് എന്താണ്, ഈ ആദർശ ശുദ്ധീകരണം ഒഴിഞ്ഞു പോയെന്നാണ്, അങ്ങനെ വാർത്ത വന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തിയത് 2021 വീണ്ടും സർക്കാർ വരുമ്പോൾ ഇല്ല, കൃഷ്ണൻകുട്ടി മാത്രമേ ഉള്ളൂ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലെ ഒന്നാമത്തെ ടൈമിൽ പകുതി ഒഴിഞ്ഞു പോയാൽ തീർച്ചയായും രണ്ടാം മന്ത്രിസഭ ആദ്യം ആവേണ്ടതാണ്, മന്ത്രിയാവുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഒരു വലിയ അഴിമതിക്കാരനാണ് എന്നുള്ള നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ഇയാളുടെ പൊയ്മുഖമായിരുന്നു എന്ന് വ്യക്തമാവുന്നു. ഇപ്പൊ അതിന്റെ പശ്ചാത്തലം ഒന്നുകൂടെ പറഞ്ഞ് വ്യക്തമാക്കാം. അതായത് ഇയാളെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ച ആരംഭിക്കുമ്പോൾ അവിടെ ഇയാളുടെ ആദർശമുഖമാണ് ഒരു വിഷയമായിരുന്നു. കൃഷ്ണൻകുട്ടി പറയുകയാണ് ഇയാൾ കള്ളനാണ്, ആദർശവാൻ, ഇയാളുടെ തന്നെ നേതാവ് പറയുന്നത് ആദർശവാനല്ല, കള്ളനാണ്. ആ കള്ളനായ മാത്യു ടി തോമസിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. എന്തൊക്കെയാണ് ആരോപണങ്ങൾ പറഞ്ഞത്? ഒന്ന്, അന്ന് ഈ ഡാം പ്രളയം ഉണ്ടായപ്പോൾ ഈ നമ്മുടെ എന്താ അവിടുത്തെ സ്ഥലമുണ്ടല്ലോ, കുട്ടനാട് മൊത്തം വെള്ളത്തിലാവും, ചെങ്ങന്നൂർ ഒരു വെള്ളത്തിലാവും. അപ്പൊ അന്ന് ഇത് ബണ്ട് തുറക്കണമല്ലോ ഇവിടുത്തെ എല്ലാം മണിയാറയുണ്ട്, പമ്പയുണ്ട്, അതെ, ഇടുക്കിയുണ്ട്. ഈ ഡാമുകളൊന്നും ആദ്യം തുറക്കുന്നില്ല. ഈ ഡാമുകൾ തുറക്കാതിരുന്നത് നമ്മുടെ ഇവിടുത്തെ തീരത്തെ കരിമണൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ ഡാമുകളിലെല്ലാം വെള്ളം നിറഞ്ഞ അവസാനം അപായ സൂചന വരുന്നു. അതായത് ഡാമുകളിലേക്ക് വെള്ളം വരുന്നു. ഒരു മഴക്കാലം ആകുമ്പോൾ ഡാമിൽ വെള്ളം വരുമ്പോൾ ഈ മഴയുടെ ഒരു സാധ്യത വിലയിരുത്തിക്കൊണ്ട് അങ്ങനെയാണ് ആദ്യം തന്നെ ഡാം തുറന്നു വിട്ട് ക്രമീകരിക്കണമെന്നാണ്. ജലം ക്രമീകരിച്ചാൽ മാത്രമേ മുന്നറിയിപ്പ് കൊടുത്ത ആളെ മാറ്റും. പക്ഷേ ഇത് സംഭവിച്ചതെന്നു വെച്ചാൽ ഇപ്പൊ മണിയാർ ഡാം അടിയിൽ നിന്ന് അടിഞ്ഞു പോരുമായിരുന്നു. മണിയാർ ഡാം അല്ല, കക്കി ആനത്തോട് ഡാം, ശബരിഗിരി പദ്ധതി. മണിയാർ ഡാം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മഴ പെയ്താലും, മണിയാറിനെ ഡാം എന്ന് നമുക്ക് പറഞ്ഞാൽ ഒരു ബാരേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു കുഞ്ഞു മഴ പെയ്താലും നിറയും. അതുപോലെ ഇവിടെ കുറേ പദ്ധതികളുണ്ട്. നമ്മുടെ മൂഴിയാറ് തൊട്ട് ഇങ്ങോട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അജിത് സിംഗിന്റെ ഒരു കാരികയം ഒരു ജലസേന പദ്ധതിയുണ്ട്. ഇവരെല്ലാം ഈ അജിത് സിംഗ് പഴയ പഴയ നടിയുണ്ട് ജയപ്രദയും അജിത് സിംഗും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രൈവറ്റ് പദ്ധതിയുണ്ട്, കാരികയം അള്ളുങ്കൽ ജലസേന പദ്ധതി. അത് ചെറിയ മെഗാവാട്ട്, എനിക്കൊന്ന് ഏതാണ്ട് 4 മെഗാവാട്ടിൽ താഴെയുള്ളൂ. പ്രൈവറ്റാണ് ജലസേന, സ്വകാര്യ ജലസേന പദ്ധതിയാണ്. അപ്പം ഈ മൂഴിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും മറ്റേ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെല്ലാം വെള്ളം കക്കാട്ടാറ് വഴി ഒഴുകി ഈ മണിയാറി വരും. മണിയാറി വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിയുന്ന സമയം തന്നെ എത്ര ചെറിയ മഴ പെയ്താലും അപ്പോൾ തന്നെ മണിയാർ ഡാം തുറക്കും. മണിയാർ കിടക്കുന്നതുകൊണ്ടാണോ? അല്ല, ചെറുതാണ്, അതിന് സംഭരണശേഷി കുറവാണ്. അതുകൊണ്ടാണ്. മറ്റേ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ഈ കക്കി ആനത്തോട് ഡാമാണ്. ഈ കക്കി ആനത്തോട് ഡാമിന്റെ കൊച്ചുവമ്പയൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ വന്ന് ഇതിന്റെ ഷട്ടർ എന്ന് പറയുന്നത് ഈ കക്കി ആനത്തോട് ഡാമിന്റെ ഷട്ടറാണ്. ഈ ഷട്ടർ ഇവർ പകുതി ഉയർത്തിയപ്പോഴാണ് ഇതിനടിയിലേക്ക് ഒരു വലിയ മരം വരുന്നത്. ഈ ജലവിഭവത്തിന്റെ ഇതനുസരിച്ച് വെള്ളം കൂടിക്കൂടി വരുന്നു. വീണ്ടും കനത്ത മഴയ്ക്കുള്ള ഇത് വരുന്നു. മാത്രമല്ല, അന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഈ കക്കി ആനത്തോട് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാണ്. അപ്പോൾ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്നു. ഈ ഷട്ടർ ഉയർത്തുമ്പോഴാണ് ഇതിനടിയിൽ ഒരു മരം കുരുങ്ങുന്നത്. ഈ മരം കുരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മരം പോകാൻ വേണ്ടി ഇവര് കൂടുതൽ ഉയർത്തി. അപ്പോൾ ഇത് ഉയർത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സാധനം വെള്ളം മുഴുവൻ പോന്നു. വലിയ തോതിൽ വെള്ളം പോന്നിട്ട് ഈ ഡാമിനടിവശത്ത് 2-3 കുന്നുകളുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഭൂരൂപങ്ങൾ, കുന്നുകളായിട്ട്. ഈ കുന്നുകളെല്ലാം അപ്രത്യക്ഷമായി. കാരണം അത്ര ഫോഴ്സിലാണ് ഈ വെള്ളം വന്നത്. അങ്ങനെ വന്നിട്ടാണ് ഈ പമ്പയിലും റാന്നി തൊട്ട് ഇങ്ങോട്ട്, അതായത് ശബരിമല തൊട്ട്, റാന്നി തൊട്ടെന്നല്ല, ശബരിമല തൊട്ട് അച്ചൻകോവിലാറേക്ക് ഇത് വെള്ളം കിഴക്കോട്ട് തിരിച്ചൊഴുകിയാണ് അച്ചൻകോവിലാറ് ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ അച്ചൻകോവിലാറ് നിറയുന്നത്. അല്ല, ഇതിന്റെ ഒരു ഭീകരത അനുഭവിച്ചവരാ ഞങ്ങളൊക്കെ. അതെ. അപ്പൊ ഞങ്ങളുടെ വെള്ളം കയറി. എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു അച്ചൻകോവിലാറ്റിൽ നിന്ന് വെള്ളം വന്നു. ഞങ്ങളുടെ ഒരിക്കലും വെള്ളം കയറുന്നു. അല്ല, ഈ അച്ചൻകോവിലാറിന്റെ ഒരു വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൈപ്പട്ടൂര് ചെല്ലണം. അതെ. ആ കൈപ്പട്ടൂര് പാലത്തിന്റെ എത്രയോ അടിയിലൂടെയാണ് അച്ചൻകോവിലാർ. പക്ഷെ ഇത് കവിഞ്ഞ്
റാന്നി ടൗണിൽ 2ാം നിലയുടെ മണ്ട വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അതാണ് ഈ പറഞ്ഞ അച്ചൻകോവിലാർ അന്ന് നിറഞ്ഞിട്ട് പമ്പയാറ് കയറിട്ടല്ലേ, പമ്പയുടെ താഴെ പമ്പയിൽ കയറിട്ട് റാന്നി പോകുന്നത്. അതെ, പമ്പയിൽ കയറിയിട്ട് പോകുന്നു. അച്ചൻകോവിലാറ്റിൽ നീ വെള്ളം കയറി കഴിയുമ്പോൾ ഞങ്ങളോട്ടിന്റെ കൈവഴിയുണ്ട്, അതുവഴി വന്നാണ് നമ്മളോടൊക്കെ കണ്ടമില്ല എന്നാണ് നമ്മുടെ വീടിന്റെ ഭാഗമില്ല എന്ന് പറഞ്ഞത്. ഇത് പക്ഷേ ഉണ്ടല്ലോ, ഇത് ഈ പറയുന്ന അന്നത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. അല്ല, അതാ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് മാത്യു ടി തോമസ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാവും ഇപ്പോൾ മന്ത്രിയുമായിരിക്കുന്നു, ഇപ്പോഴും മന്ത്രിയാണ്, അതെ, കൃഷ്ണൻകുട്ടി പറയുകയാണ്. ഇതിനു വേണ്ടി അദ്ദേഹം, അതായത് ഈ തോട്ടപ്പള്ളി ഭാഗത്ത് സ്പിൽവേ ടോട്ടൽ സ്പിൽവേ തുറക്കേണ്ടി വരും. തുറന്നാൽ ആ കരിമണലായിരിക്കുന്ന സാധനമെല്ലാം ഒഴുകിപ്പോവും. അതായത് ഇത് ആ കോൺട്രാക്ട് എടുത്തിട്ടിരിക്കുകയാണ്. ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അടച്ചിട്ടു എന്നുള്ളതാണ്. പക്ഷേ എത്ര കോടിയുടെ ഇടപാടാണ്. അവസാനം ഇവർക്ക് തുറക്കേണ്ടി വന്നു. അന്നേരമാണ് ഈ പ്രളയം ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്ക് ജലത്തിന്റെ അളവ് കൂടി. നമ്മൾ പിന്നെ ഡാമിന്റെ ഷട്ടറുകൾ ഭാഗികമായി ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ച് കടലിലേക്ക് വെള്ളം കൊണ്ടുവരുന്നു. ആ നിർത്താതെ വരികയും പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കൂടെ പൊക്കുകയും കൂടെ ചെയ്തപ്പോഴാണ്. അല്ല, ഇത് മാത്രമല്ല, ഈ കുട്ടനാട്ടിലെ ജലനിയന്ത്രണം ഒരു പ്രധാന ഘടകമാണ്. അതെ, ഇതെല്ലാം കൂടെ വേമ്പനാട് കായലിലേക്കാണോ വരുന്നത്. അതെ, ഈ വേമ്പനാട് കായലിൽ വന്ന് കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ കൺട്രോൾഡ് ആയിട്ട് വന്നാൽ മാത്രമേ കടലിടയ്ക്ക് തുറന്നെടുത്തോണ്ട് പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ഒരുമിച്ച് ഇതിലേക്ക് വരുമ്പോൾ തിരിച്ചു വരും. കടലിൽ തുറന്നെടുക്കാൻ നേരം കിട്ടും. അപ്പൊ ഇത് കുട്ടനാട് മൊത്തം വെള്ളത്തിനടിയിലായി മൊത്തം പ്രശ്നവും. എത്ര പേര് മരിച്ചു. സജി ചെറിയാനും രാജു എബ്രഹാം ഒന്ന് നിലവിളിച്ചു, കരഞ്ഞു. അതിന്റെ പേരിൽ പിണറായി വിജയന് ഭയങ്കര കലിപ്പായിരുന്നു രാജു എബ്രഹാമിനോടും സജി ചെറിയാനോടും. സജി ചെറിയാനെ വീണ്ടും പുള്ളി നിർത്തി മന്ത്രിയാക്കി. പക്ഷേ രാജു എബ്രഹാമിനെ നിർത്തി ചവിട്ടുകയും ചെയ്തു. അദ്ദേഹത്തെ നിർത്തിയാൽ മന്ത്രിയാക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തെ എടുത്ത് ദൂരെ കളയുകയും ചെയ്തു. അല്ല, അപ്പം ഇത് മനഃപൂർവ്വം, അതായത് ഇദ്ദേഹം പറയുന്നത്, ഈ മാത്യു കൊഴുനാടൻ പറയുന്നത്, അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്, ഈ ഓഡിയോ ക്ലിപ്പ് 2 ദിവസമായിട്ട് ഞാനും മാത്യു തമ്മിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. മാത്യു എന്നോട് പറഞ്ഞു, ഒരു രേഖ എൻ്റെ കിട്ടാൻ പോകുന്നു. ഈ രേഖ വളരെ നിർണായകമായ രേഖയാണ്. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം രേഖ ഇന്നലെ രാത്രി കിട്ടുന്നു. രാത്രി കിട്ടിയപ്പോഴും എന്നെ രാത്രി വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രസമ്മേളനം ധൈര്യമായിട്ട് വിടും, കാരണം ഈ രേഖ ഔദ്യോഗികമാണ്, സ്ഥിരീകരിച്ചു. ഇത് അദ്ദേഹം സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിനിയും, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക ഇനിയിപ്പോൾ ഇതിന് ഞാൻ ഒന്നും പഠിക്കേണ്ട, രേഖ സ്ഥിരീകരിച്ച് കഴിഞ്ഞപ്പോൾ ധൈര്യമായിട്ട് വിടാൻ പറഞ്ഞു. അപ്പം പതിവ് പോലെ അപ്പം എന്താ AI എളുപ്പമാണല്ലോ, AI ആണെന്ന് പറഞ്ഞു. അത് ആത്മവിശ്വാസമില്ല, എന്നിട്ടും ആത്മവിശ്വാസമില്ല, എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. AI ആണെങ്കിൽ ഇവർ മറുപടി പറയണ്ടല്ലോ, AIയോട് ഞാൻ എന്തിനു മറുപടി പറയണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇത് ഇവരിങ്ങനെ പറയുമെന്നും പറഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് മാത്യു കൊഴുനാടൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. മാത്യുവിന്റെ സമയത്ത് ആ സൊല്യൂഷൻ പുറത്തുവിടുന്നതാണല്ലോ നല്ലത്. ഇത് മറ്റേ MV ഗോവിന്ദനാണല്ലോ പുള്ളി കോമഡി കഥാപാത്രമാണല്ലോ. എന്ത് പറഞ്ഞാൽ അത് AI സൃഷ്ടിച്ചാന്ന് പറയും. ഇത് തന്നെയാണ് ഈ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി. എന്തായാലും ഇനിയും ഒരു കാര്യമുണ്ട്, അദ്ദേഹം എന്തായാലും പിണറായിയുടെ അപ്രീതിക്ക് പാത്രീഭൂതനായി കഴിഞ്ഞു കൃഷ്ണൻകുട്ടി. അത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയ സാധനമാണ്. അതിനിയിപ്പം എന്തായാലും എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി 2018 വെള്ളപ്പൊക്കം. അതെ, ആ വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. ഡാം മാനേജ്മെന്റിൽ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വെള്ളം ഇങ്ങനെ കയറി ഇത്രയും ആളുകളുടെ ജീവൻ എടുത്തതും ഇത്രയും ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ സംഭവിച്ചൊരു കാര്യം പറയാം, അത് പമ്പയുടെ 2 വശവും കയറി വെള്ളം ഒഴുകുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ നേരത്തെ മുതലേ പരിചയമുള്ള കാരണം ഞങ്ങളെല്ലാവരും മാറി, കുറച്ച് വീടുകളെ പോയുള്ളൂ. പക്ഷെ ബാക്കി വീടുകളിലെ വെള്ളം ആഞ്ഞടിച്ചിട്ട് അതിന്റെ ബലം പോയി. പക്ഷെ ഇതൊന്നും മാറ്റി തരത്തില്ല. ആ വീട്ടിൽ ധൈര്യമായിട്ട് താമസിപ്പിക്കും. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അവിടെ വിശ്വൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വൈക്കം വിശ്വൻ എന്ന് അറിയപ്പെടുന്നത്, പക്ഷെ വിശ്വൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വിശ്വൻ ചേട്ടനും സുഭാഷി ചേച്ചിയുടെയും വീട്ടിൽ അതിശക്തമായി വന്ന് മരങ്ങളടിക്കുകയും വെള്ളമടിക്കുകയും ചെയ്തു. ആ വീട്ടിൽ ഇത് എല്ലാവരും ആ വീടിന്റെ മണ്ടേ വരെ അവർ കയറി, അതിനുശേഷം രക്ഷപ്പെട്ട് കാണാം. അപ്പോൾ ഈ വീടിനെ ഇങ്ങനെ മരങ്ങൾ വന്ന് അടിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ വീട് പോയില്ല. ഈ വീട് പോവാതിരുന്നുകൊണ്ട് എന്ത് ചെയ്തു, ഈ സർക്കാർ ഈ വീട് പകരം നഷ്ടപരിഹാരം കൊടുക്കത്തില്ല. പക്ഷേ ഇവർക്ക് വീട്ടിൽ താമസിക്കാൻ ധൈര്യമില്ല, പറ്റത്തുമില്ല. എങ്ങനെ ധൈര്യമായിട്ട് താമസിക്കും? അതുപോലെ 100 കണക്കിന് വീട്, വാഹനങ്ങൾ എത്രണ്ണം പോയി, എത്ര കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ, മനുഷ്യര്. ഇപ്പം ചെങ്ങന്നൂർ തന്നെ ഒരു ഭിന്നശേഷിക്കാരനാണ് വീടിനകത്ത് കിടന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഭിന്നശേഷിക്കാരൻ മുങ്ങി മരിച്ചു പോയി. ചെങ്ങന്നൂർ അതാ ഓതറ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും അതുപോലെ എത്രയോ വീടുകളിൽ വന്യമൃഗങ്ങൾ വന്ന് കയറി, പാമ്പും മറ്റു കാര്യങ്ങളെല്ലാം വന്ന്.
ചില വീടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ എത്രയോ വീടുകൾ എറണാകുളം ടൗണിൽ താമസിച്ച ആളുകൾ മുഴുവൻ തന്നെ അതെ അവരുടെ എല്ലാ വീടുകളും വെള്ളം കയറിപ്പോയി. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഡാം മാത്രമല്ല, അപ്പുറത്ത് വേറൊരു ഡാമിലും ഉണ്ടായിരുന്നു ഇതേ കൂടാതെ. ഇതിൽ മാത്രമല്ല, അതായത് ഞാൻ പറഞ്ഞ പറമ്പിക്കുളം അതെ തമിഴ്നാടിന് കൊടുക്കേണ്ടതാണ്, വെള്ളം കൊടുക്കണം. ഈ തമിഴ്നാട്ടിന് കൊടുത്തില്ല. അവിടുത്തെ കോൺട്രാക്ടർക്ക് അവിടെ എന്തോ മണൽ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് അതും കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം വളരെ എളുപ്പമായിരുന്നു. കാരണം വെച്ചാൽ ഇവർ മുല്ലപ്പെരിയാർ അവരെന്താ ചെയ്യുന്നത്, മുന്നറിയിപ്പ് പോലും നൽകത്തില്ല, വെള്ളം അപ്പം തന്നെ അവർ തുറന്നു വിടുകയല്ലേ ചെയ്യുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകേണ്ട വെള്ളമാണ്, അവരങ്ങോട്ട് കൊണ്ടുപോകത്തിട്ട് ഇങ്ങോട്ട് തുറന്നു വിടും. അപ്പം ഇവിടെ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട വെള്ളം, ആ തമിഴ്നാട്ടിലേക്ക് വെള്ളം അവർക്ക് കൊടുക്കാതെ വെച്ചിരുന്നിട്ട് പെട്ടെന്നൊരു സൂപ്പറാദ്യം തുറന്നു വിട്ടിട്ടാണ് ചാലക്കുടി പുഴ നിറഞ്ഞതും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ചാലക്കുടി അന്ന് ആ കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം കൊണ്ട് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ ഭയങ്കരമായിട്ട് നിറഞ്ഞു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഈ പറമ്പിക്കുളമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ഡാമുകളിലും ഇതാണ് സംഭവിച്ചത്. എല്ലാ ഡാമിലും കേരളത്തിൽ എത്ര ഡാമുണ്ടോ അതെല്ലാം കൂടെ ഒന്നിച്ച് തുറന്നു വിട്ടാണ് മുഴുവൻ വേമ്പനാട് കായലിന് താങ്ങാൻ കഴിയാത്തത്ര വെള്ളമെത്തി. ഇരുവശം നോക്കൂ, വേമ്പന അത് പോകുന്ന വഴി റാന്നി ടൗൺ വെള്ളത്തിലായെങ്കിൽ ആ റാന്നി ടൗണിൽ ഞാനിപ്പോൾ ആ സമയത്ത് റാന്നി കൂടെ പോകുമ്പോൾ ഈ രണ്ടാമത്തെ നില ഈ ചെളി കയറി കിടക്കുന്ന നമുക്ക് കാണാം. കെട്ടിടങ്ങൾ ആ ഒരു രണ്ടാം നിലയിൽ ചെളി കയറി കിടക്കുവാണ്. കാരണം ഈ ഡാമിന്റെ അടിത്തട്ടിൽ നിന്ന് ഉള്ള മണ്ണും പോരുന്ന വഴിയുള്ള മണ്ണും മണലും വൃക്ഷങ്ങളും എല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ടായി സാധനം പോരുന്നത്. അല്ല, അപ്പോഴാണ് ആലോചിച്ച് നോക്കി വേമ്പനാട് കാലിന്റെ അവസ്ഥ, കുട്ടനാടിന്റെ അവസ്ഥ എന്നായിരുന്നായിരിക്കും. ഇവിടെ റാന്നി ടൗൺ മുങ്ങിയാണ് അത് പോകുന്നതെങ്കിൽ. അല്ല, എല്ലാ വീടുകളിലും ഒന്നും ഈ മണൽ കോരി മാറ്റി എടുക്കുമായിരുന്നല്ലോ ഇവര്. ഈ സർക്കാരിന്റെ കാലത്ത് വമ്പൻ മണൽ കൊള്ളയാണ് നടന്നത്. കഴിഞ്ഞ അതായത് 2018 സർക്കാർ, ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ പമ്പ വരട്ടാർ എന്ന് പറയുന്ന നമ്മുടെ ഇരവിപേരൂർ പഞ്ചായത്തും ചെങ്ങന്നൂര് ആറന്മുള തിരുവല്ല 3 നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയാണ് ഈ വരട്ടാർ എന്ന് പറഞ്ഞത്. അത് വരട്ടാർ നിറയെ മൺപുറ്റാണ്. അത് കാരണം ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റില്ല, ആ തീരങ്ങൾക്ക് ഭീഷണിയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വരട്ടാർ പുനരുജ്ജീവനം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് തോമസ് ഐസക്കിന്റെ കാലത്ത്. ഈ സംഗതി പുനരുജ്ജീവനം എന്ന് പറഞ്ഞ് ഇവന്മാർ കൊണ്ടുവന്ന് ഇതിനകത്ത് മണൽ വരാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, വരട്ടാർ പുനരുജ്ജീവിപ്പിച്ചു. ആദ്യം നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനകത്ത് അപ്പം മണ്ണെടുത്ത് മാറ്റും. മണലുണ്ട്, മണൽ നിക്ഷേപമാണ്. ആ മണലാണ് ഈ മൺപുറ്റായിട്ട് നിൽക്കുന്നത്. ഇവരത് മൊത്തം വാരി എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് മണൽ ഇവരെടുത്തോണ്ട് പോയി ചെളി അവിടെ ഇട്ടിരുന്നു. ഈ ചെളി അവിടെ ഇട്ടിരുന്ന് കഴിഞ്ഞ് കാണുന്നത് ഈ ചെളി എല്ലാം കൂടെ കൂടി വീണ്ടും മൺപുറ്റുണ്ട്. ഇപ്പൊ വീണ്ടും ഒഴുക്ക് നിറച്ച അവസ്ഥയിലാണ് വരട്ടാർ. എന്ന് വെച്ചാൽ നമ്മുടെ ഖജനാവിലെ കാശെടുത്ത് അവര് മണൽ അടിച്ചു മാറ്റി. അത് സജി ചെറിയാനെതിരെ ജി സുധാകരൻ ഉന്നയിച്ച ഒരു ആരോപണം എന്താ, മണൽ മാഫിയക്കാരനാണ് ഇയാളാണ് മണൽ മുഴുവൻ അടിച്ചു മാറ്റിയെന്ന് ഈ ഇന്നലെ മിനിഞ്ഞാന്നോ ജി സുധാകരൻ പ്രസംഗം. ഇതാണ് വിഷയം. ഒന്നിതാണ്. എന്നിട്ട് ഇത് കല്ലിശ്ശേരിയിലുള്ള ഒരു യാർഡുണ്ട്. അത് മന്ത്രിയുടെ ബിനാമിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് അവിടെ കൊണ്ടിട്ടു. അത് പോട്ടെ, ആ സംഭവം അങ്ങനെ നിന്നു. ഇപ്പൊ വീണ്ടും ഇതേ ടീംസ് തന്നെ കുറ്റൂര് MC റോഡിന് കുറുകെ തോണ്ടറ പാലമുണ്ട്. ആ തോണ്ടറ പാലത്തിന്റെ ചുറ്റും മൺപുറ്റാന്നും പറഞ്ഞ് ഇതുപോലെ തന്നെ ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രഡ്ജ് ചെയ്തിട്ട് ഈ പറഞ്ഞ പരിപാടി തന്നെയാണ് അവിടെ നടന്നത്. മണൽ അരിച്ച് അവർ കരയ്ക്ക് കയറ്റിയിടുന്നു, ചെളി അതിനകത്ത് തട്ടിയിടുന്നു. കോടിക്കണക്കിന് നമ്മളൊരു വാർത്ത കൊടുത്ത കാശ് നമ്മൾ കൊടുക്കുകയും മുടക്കുകയും ചെയ്യണം, ഖജനാവിൽ മുടക്കുകയും ചെയ്യണം. മുടക്കം ഈ ഇവന്മാർ കരാറുകാർ കൊണ്ടു. ഒരു കരാറുകാരന്റെ പേര് ഈ കൃഷ്ണൻകുട്ടി മന്ത്രി പറയുന്നുണ്ടല്ലോ, സെന്റ് മേരീസ് ഗ്രൂപ്പ് എന്നോ അങ്ങനെ ഒരു മേരീസ് ഗ്രൂപ്പ് എന്നോ അങ്ങനെ ഒരു പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് ഈ പിന്നെ വരട്ടാറിലെയും ഈ കുറ്റൂർ മണിമലയാറിലെയും അത് ആരാണ് അതിന്റെ പിന്നിലെന്നറിയില്ല. പക്ഷേ ശക്തമായ ഈ സർക്കാർ സംവിധാനങ്ങൾ അതിനൊപ്പം നമ്മൾ ഇതിനെതിരെ വാർത്ത കൊടുത്തായിരുന്നു. നമ്മൾ വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഈ RDO തഹസീൽദാരും മറ്റ് RDO ഓഫീസിൽ നിന്നൊക്കെ റവന്യൂ അധികൃതർ വന്നത് പരിശോധിച്ചതിന് ശേഷം അവരൊന്നും മിണ്ടാതെ തിരിച്ചു നടപടി എടുക്കുമെന്നൊക്കെ അവിടെ പറഞ്ഞേച്ചവർ ഇപ്പോഴും അവിടെ നിർബാധം നടക്കുക. അവരുടെ KG എബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യവസായിയുടെ കുറച്ച് സ്ഥലം അവിടെ കിടപ്പുണ്ട്. അവിടെയാണ് ഇതുകൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതിന് ചുറ്റും വലിയ ഉയരത്തിൽ ഇത് അടച്ച് മറച്ചു വെച്ചിരിക്കുക. മണൽക്കൊള്ളയാണ് നടക്കുന്നത്, ഭീകര മണൽക്കൊള്ള. അപ്പോൾ ഈ സംഭവത്തിന് സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ മാത്യു ടി തോമസിന്റെ ആദർശമുഖം കള്ളത്തരമാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിവരം. ഞാൻ ഇത് രാവിലെ വന്നപ്പോഴേ അന്വേഷിച്ചു. കാരണം എനിക്ക് ഈ മനുഷ്യനെ അറിയാവുന്ന, വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗവും ഇദ്ദേഹത്തിന്റെ ആ നടപ്പും എടുപ്പും ഒക്കെ ഒരു കുലീനത്വമുള്ള ഒരു മനുഷ്യനാണ്. നമുക്കൊരു ബഹുമാനം തോന്നും അദ്ദേഹത്തോട്. നമുക്കൊരു ബഹുമാനം തോന്നും. പിന്നെ മന്ത്രി ആയിരിക്കും പുല്ല് പോലെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത ഒരാളാണ്. 2 തവണ പുള്ളി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. എനിക്കൊന്ന് VSന്റെ കാലത്തും പുള്ളി ജോസ് തെറ്റേലിനോ മറ്റോ വേണ്ടി ഒരു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. ജോസ് തെറ്റേലാണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്.
അത് കഴിഞ്ഞ് ഈ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരാളല്ല എന്നുള്ളത്. അതുപോലെ തന്നെ അന്ന് പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്, പണ്ട് ഈ ഗതാഗത മന്ത്രിയായിരുന്നല്ലോ പുള്ളി. ഈ ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ബസ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബസ്സുകൾ കമ്മീഷൻ കിട്ടുന്ന അതൊക്കെ വലിയ വാർത്തകൾ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ആ ബസ്സുകൾ എടുത്തിട്ടാണ് അദ്ദേഹമാണ് ഈ കേരള ഉടനീളം വേണാട് എന്ന പേരിൽ KSRTCയുടെ ചെയിൻ സർവീസ് തുടങ്ങുന്നത്. അതായത് കൊല്ലം പത്തനംതിട്ട, മുണ്ടക്കയം പുനലൂർ, അതുപോലെ മാവേലിക്കര ചെങ്ങന്നൂർ, അങ്ങനെ എവിടൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തുടങ്ങുകയാണ്. ഈ തുടങ്ങുന്നതോടെ പ്രൈവറ്റ് ബസ്സുകാരെല്ലാം വൈറ്റത്തടിച്ചു. ഇത് കിട്ടിയ ബസ്സുകളെല്ലാം അദ്ദേഹം അങ്ങനെ വിട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഒരു വലിയ ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമേജാണ് ഇപ്പം നഷ്ടമായിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം അവിടെ വളരെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലയിൽ അദ്ദേഹത്തിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നു. പിന്നെ നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF എല്ലായിടത്തും ഒറ്റക്കെട്ട, എങ്ങും പാലം വലിക്കാൻ ഒരു നീക്കമില്ല. തിരുവല്ലയിലും അത് തന്നെ സംഭവിച്ചു. ഇന്ന് എനിക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു സന്ദേശം വരുവാണ്. CPMന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം എന്നോട് പറയാണ്, ഞങ്ങളെല്ലാം സുധാകര സഖാവ് ജയിക്കണമെന്നും എല്ലായിടത്തും UDF ജയിക്കണമെന്നും ഒരു 110 സീറ്റ് UDFന് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമതൊക്കെ ചെയ്യും. ഞാൻ ചോദിച്ചാൽ എന്നാ കാര്യം, പാർട്ടിയെ സംരക്ഷിക്കണം. അതുകൊണ്ട് UDFന് 110 സീറ്റാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് ഇന്ന് ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി എനിക്ക് ഇങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജ്. ഇത് എല്ലായിടത്തും ഉണ്ടെന്നേ ആലോചിച്ച്. ഇന്നലെ രാത്രി എന്നെ ഗൾഫിൽ നിന്നൊരു നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ കുട്ടനാട്ടിലെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ രാവും പകലും അതിന് വേണ്ടി ശ്രമിക്കാതെ പറഞ്ഞു. ഇതാണ് സംഭവിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ കൂടെ പിണറായി അധികാരത്തിൽ വരുന്നതോടെ ഈ പാർട്ടിക്ക് ബംഗാളിലെ ഗതി വരുമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലായി. അതുകൊണ്ടാണ് അവരിത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ചോദിച്ചു വരുന്നൊരു കാര്യം, ഈ പുള്ളി വേറെന്തോ ആരോപണം അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതേമായി ബന്ധപ്പെട്ട ഒരു ഈ മാത്യു ടി തോമസുമായി ബന്ധപ്പെട്ട്. മാത്യു ടിയുടെ ഇതാണ്, മാത്യു ടി ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെന്നും അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ തോട്ടങ്ങളുണ്ടെന്നും ഒക്കെ ഒരു വാർത്തയുണ്ട്. ഒരു അവിടുന്ന് പല ആൾക്കാരും ഇപ്പം നമ്മളോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിൽ ഇദ്ദേഹത്തിന് ബിനാമി ഇടപാടുകളുണ്ട്. നമുക്കറിയില്ല, തെളിവൊന്നുമില്ല, ആളുകൾ ആരോപിക്കുന്ന സാഹചര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ തുടർച്ചയാണ് പിണറായി വിജയൻ ഇന്ന് ഡാഷ്മോൻ എന്ന് വിളിച്ചത്. അത് വ്യക്തമല്ലേ, എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് പിണറായി വിജയൻ. അത് ചർച്ചയാവരുത്. അതുകൊണ്ട് നോക്കൂ, ഡാഷ്മോനെ എന്ന് പറയും, നീ പോടാ ദിനേശ എന്ന് പറഞ്ഞാൽ അതൊരു സിനിമ വിജയ എന്നാ പറഞ്ഞത്. വിജയ എന്ന് പറഞ്ഞു. ഈ രേവന്ത് റെഡ്ഡിക്ക് ഇവിടെ വന്ന നീ മോനെ ദിനേശ അറിയില്ലല്ലോ, ഇവിടുത്തെ കോൺഗ്രസ് എഴുതി കൊടുത്തായിരിക്കും. അല്ല, അതല്ലേ തന്നെ മോനെ വിജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോനെ എന്നാ വിളിച്ചിരിക്കുന്നത്. വിജയ എന്നുള്ള അദ്ദേഹത്തിന്റെ പേരാ. ഇത്ര മാത്രം. അത് എന്നാ വിളിച്ചെന്നറിയോ? ഏപ്രിൽ 2-ാം തീയതി. അതെ, ഈ ഏപ്രിൽ 2-ാം തീയതി ആ 5 ദിവസം കഴിഞ്ഞാണ് പിണറായി ഒരുപാട് പത്രസമ്മേളനം നടത്തി. അന്നൊന്നും മിണ്ടിയില്ല. ഇന്ന് കൃത്യമായിട്ട് പുള്ളി എന്താ ഈ അതായത് ഞാൻ നിങ്ങളുടെ തന്തയ്ക്കും ആരെയാണ് ഇദ്ദേഹം പോടാ ഡാഷ്മോൻ എന്ന് വിളിച്ച് ഈ നാട്ടുകാരെ. അതെ, അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പിണറായി വിജയനെ കൃത്യമായി തോൽവി ഭയം വേട്ടയാടുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബോഡി ലാംഗ്വേജ് ഒറിജിനലായി. അതായത് വെള്ളപൂശി വെച്ചിരുന്ന പിണറായിയുടെ എല്ലാ അഭിപ്രായങ്ങളും പോയി. അവസാനത്തെ ആ നീല കൂടെ ഒഴിച്ചു പോയി. എല്ലാം നീലം കംപ്ലീറ്റ് പോയി. ഇന്നാണ് പോകുന്നത്. നീ പോടാ ദിനേശ എന്നാലും നീ പോടാ ഡാഷ്മോനെ മറുപടി പുറകെ വരും. പുറകെ വരും എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം അറിയോ? പുള്ളി ഒരു കത്ത് എഴുതി വെച്ചു. പുള്ളിക്ക് എഴുതാൻ അറിയത്തില്ലല്ലോ, ആരെങ്കിലും ചെയ്യണ്ടേ? ഇത് പറയാണ് എന്നെ പറയാൻ പോയിട്ടില്ലല്ലോ. പത്രക്കാരെ പെട്ടെന്ന് ചോദിച്ചപ്പോ പുള്ളിക്ക് ഇത് പറയാനായിട്ട് ഇത്തരമില്ല. അപ്പൊ പിന്നെ ഓഫീസുകാർക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എത്തിക്കാൻ നേരമില്ല. അപ്പൊ കത്ത് എഴുതി കൊടുത്താൽ മതിയല്ലോ. ഇതിനകത്ത് വേറെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഗെയിംസ് വരും മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. അത് പുള്ളി ഒരു പ്രസംഗത്തിനിടെ പുള്ളി അങ്ങ് വിട്ടുപോയതാ. ഈ മറ്റേ മോനെ ഡാഷ്മോനെ പ്രയോഗം ഒക്കെ അശ്ലീലം തന്നെയാണ്. ഈ പിണറായി വിജയൻ നാട്ടുകാരെ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഭരണം പോകുന്നു കണ്ടപ്പോൾ സകല മനുഷ്യരെ തെറി വിളിക്കുകയാണ്. അതായത് നിങ്ങളൊക്കെ എന്നെ ഇത്രയും 10 കൊല്ലം ഞാൻ അനുഭവിച്ച സുഖം എനിക്കിനി എങ്ങനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റും, നീയൊക്കെ എന്നാ സാധനങ്ങളാ. ശരിക്കും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ ജനത്തിനെ മുഴുവൻ നോക്കിയിട്ട് പച്ച തെറി വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറി. അതാണ് സതീശൻ പറഞ്ഞത്, ഇവിടെ സമനില തെറ്റിയെന്നാ പറയുന്നത്. ഭ്രാന്തായി. കാരണം എന്റെ ഭരണം പോയല്ലോ, അതിലോ എനിക്കൊന്ന് ഉറങ്ങുന്ന പോലും ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ ഈ അധികാരത്തിന്റെ സുഖം ഭയങ്കരമാണ്. അത് ഇത്രയും ആരാണോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഈ അധികാരത്തിന്റെ സുഖം എന്ന് പറയുന്നത്, കാരണം ധനം സമ്പാദിക്കാൻ വലിയ ഒന്നുമില്ല. ആ ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ധനം ഉണ്ടാക്കുന്ന സുഖമല്ല അധികാരി. ഏത് അധികാരിയെയും നിലനിർത്താൻ പറ്റുന്നൊരു അധികാരം. ഇപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ വളരെ മനോഹരമായൊരു ഇന്റർവ്യൂ നമ്മൾ കൊണ്ടു, പ്രശാന്ത് IAS. മറുനാടൻ സ്പെഷ്യൽ പ്രേക്ഷകർ നോക്കണം, മറുനാടൻ സ്പെഷ്യൽ കിടപ്പുണ്ട്. പ്രശാന്തിന്റെ നല്ലൊരു ഇന്റർവ്യൂ. പ്രശാന്തോട് ഞാൻ ചോദിച്ചു, പ്രശാന്ത് പോയി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൈവച്ചെടുത്ത് എല്ലാം ലാഭമാണ്. അത് ഏത് നഷ്ടത്തിൽ കിടക്കുന്ന സ്ഥാപനമാണെങ്കിലും അത് ലാഭം ഉണ്ടാക്കും.
അപ്പം ഞാൻ ചോദിച്ചു ഇത്രയധികം മാത്രമല്ല ഇത്രയും ബുദ്ധിയോട് എന്തുകൊണ്ട് ഈ പണി നിർത്തിയിട്ട് ഒരു സംരംഭകനായിക്കൂടാ? അപ്പം പ്രശാന്തനോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിരവധി പ്രൈവറ്റ് ബിസിനസ്സുകൾ പുള്ളിയുടെ അടുത്ത് വന്ന് ഈ പ്ലാൻ തന്നിട്ട് പുള്ളി അത് റീഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത് പുള്ളി അത് റീവർക്ക് ചെയ്ത് കൊടുക്കും. അനേകം പേര് ബിസിനസ് ലാഭത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് താല്പര്യമില്ല. കാരണം പുള്ളി എനിക്ക് ജീവിക്കാനുള്ള കാശ് കാരണവന്മാരുണ്ടാക്കി തന്നെ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് ഇത് കൂടുതൽ ധനം വേണ്ട. അപ്പൊ അതേസമയം ഞാൻ ഇരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത് അധികം പേർക്ക് പറ്റുന്നില്ല. പരീക്ഷ എഴുതി കയറിയ പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ആരൊക്കെ ചവിട്ടിയാലും പദവി ഭയങ്കരമാണ്. ആരൊക്കെ ചവിട്ടിയാലും പുള്ളി പറഞ്ഞു പുള്ളി ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണുണ്ട്. ഈ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അതുപോലെ തന്നെ ഏത് വമ്പന്റെയും ഏത് അഴിമതി പദ്ധതിയും പുള്ളി ഒരൊറ്റ നോട്ടിൽ തകർത്തിട്ടുണ്ട്. ഇത് വലിയ ഗൂഢാലോചന നടത്തി നിരവധി പേർക്ക് കമ്മീഷൻ കൊടുത്ത് നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് ചേർക്കുന്ന നിരവധി ഫയലുകൾ അദ്ദേഹം ഒരൊറ്റ കുറിപ്പിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പുള്ളി ഇത് ഈ പദവിയിലിരുന്ന് പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഇത് മടുക്കത്തുമില്ല, ഈ പണി ഇട്ടിട്ട് പോകത്തുമില്ല, ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നു. അപ്പൊ ഇത് അധികാരം, ഇത് ഓർക്കണം, അഴിമതി നടത്താത്തൊരു അധികാരമുള്ള ഒരാളുടെ സുഖമാണ്. അപ്പൊ അഴിമതി നടത്തുന്ന ഈ പ്രകടനമുള്ള ഒരാളുടെ അവസ്ഥ എന്നതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഈ മണൽക്കൊള്ള പറഞ്ഞല്ലോ, ഈ അഴിമതി ഈ പിണറായി വിജയൻ അറിയാതെ മാത്യു ടി തോമസ് അഴിമതി നടത്തുമെന്ന് കരുതുന്നു? ഒരിക്കലും എല്ലാത്തിനും വിഹിതം അങ്ങോട്ട് പോകുന്നു. അതെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്തവണത്തെ ഇലക്ഷനകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ മുടക്കിയിരിക്കുന്ന LDF. CPM ആണ് കോടിയാനുകോടികൾ ഇതുപോലെയുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഈ കരിമണൽ ഖനനത്തിൽ നിന്നും ഈ മണൽക്കൊള്ളയിൽ നിന്നും പാറമടകൾക്കെല്ലാം വാരിക്കൊരു ലൈസൻസ് കൊടുത്തു, ബാറുകളുടെ സമയം കൂട്ടി ഈ തോന്നുന്നിടത്ത് എല്ലാം ബാർ ഇട്ട് കൊടുത്തു. പിന്നെ ഏതൊക്കെ മേഖലയിൽ നിന്ന് പിരിക്കാമോ അവിടുന്ന് എല്ലാം പിരിച്ചു. റിയൽ എസ്റ്റേറ്റുകാരെ കയ്യിൽ നിന്ന് പിരിച്ചു. നാട്ടുകാരെ മൊത്തം കൊള്ളയടിച്ചിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയാണ് ഈ ഇറക്കുന്നത്. ആ ഇറക്കുന്നതിന് ഇടച്ച് ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇവരുടെ ഒരു ഇമേജ് വർദ്ധിപ്പിച്ച് വരുമ്പോഴാണ് ഇതുപോലൊരു സാധനം വരുന്നത്. ഇതിനകത്ത് പിണറായി കാണിച്ച അബദ്ധം എന്താണെന്നറിയോ? ഈ കാശ് കൊടുത്ത് പുട്ടിയടിക്കാൻ പോയതാ പിണറായി. പണ്ടെങ്ങനാന്ന് വെച്ചാൽ പിണറായി ഈ എന്ത് ധാർഷ്ട്യം കാണിച്ചാലും അത് ഇരട്ടച്ചങ്കായിട്ട് വ്യാഖ്യാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ജോൺ ബ്രിട്ടാസും നികേഷ് കുമാറും തമ്മിലുള്ള വ്യത്യാസമാണ്. ജോൺ ബ്രിട്ടാസിന് കൃത്യമായിട്ട് അറിയാം ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇല്ലാത്ത ഒന്നിനെ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഉള്ള ഒന്നിനെ നമുക്ക് അതിന്റെ സ്വഭാവം മാറ്റാം. അപ്പൊ പിണറായിയുടെ സ്വഭാവം എന്താണ്? ധാർഷ്ട്യമാണ്. പിണറായിയുടെ ഈ ധാർഷ്ട്യത്തെ അഹങ്കാരത്തെയും അത് ഇരട്ടച്ചങ്കാണ്, തന്റേടമാണ്, ധീരതയാണ് എന്ന് മാറ്റാം. അങ്ങനെ വ്യാഖ്യാനിപ്പിച്ചെടുത്തു. അതാണ് ബ്രിട്ടാസ്. പക്ഷെ നികേഷ് കുമാർ എന്ത് ചെയ്തു? ഈ പുള്ളി ആദർശധീരനായ കേറിവാട മകനെ എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവന്നു. പിന്നെ എന്താ ബിഷപ്പ് സന്യാസി ഒരു സന്യാസിയാകുമെന്ന് പറഞ്ഞില്ല, ആരോ പറഞ്ഞല്ലോ പുള്ളി ഒരു സന്യാസിയെ പോലെയാണ് പിണറായി വിജയൻ. പുള്ളി സന്യാസിയായിരുന്നു പറഞ്ഞു. ഏതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഒരു ബിഷപ്പ് കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞത് പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്നില്ലായിരുന്നെങ്കിൽ മെത്രാനായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കള്ളമുഖം ഇദ്ദേഹത്തിന്റെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പൊ പൊളിഞ്ഞു. അപ്പൊ ഇത് അധികാരം നഷ്ടപ്പെടുന്ന ഉറപ്പായതോടുകൂടി പിണറായി തനി, അതായത് ആ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിയൊരു പിണറായി ഉണ്ട് വളരെ വർഷങ്ങൾ, 50 വർഷം മുമ്പാണ്. ഈ 50-60 വർഷം അന്ന് ഭീരുവല്ല. 50 വർഷം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരാൾ കാണിച്ചു തന്നു. ഞാൻ ഒരിക്കൽ കണ്ണൂരിൽ പോയപ്പോൾ ഒരാൾ പരിചയപ്പെടുകയാണ്. അയാൾ എന്നെ കാണിച്ചു തന്നു, പിണറായി വെട്ടിയ പാട് കാണിച്ചു തന്നു. ഏത് പിണറായി ലോക്കൽ നേതാവായിരുന്നപ്പോൾ ആ സമയത്ത് വെട്ടി പാട് കാണിച്ചു തന്നു. അതായത് യഥാർത്ഥ പിണറായി അങ്ങനെയാണ്. അത് ഇപ്പോഴിതാ തിരിച്ചു വന്നിരിക്കും. കാരണം പിണറായിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല ഈ പറയുന്ന അനേകം വാഹനങ്ങളുടെ അകമ്പടി, പരിചാരകർ, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പിണറായി വിജയൻ വേറൊരു ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വെളിയിൽ ഇറങ്ങുമ്പോൾ അവിടെ മുഴുവൻ സന്നാഹം. അപ്പം തന്നെ ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നേതാക്കൾ, പോലീസുകാർ സകലരുടെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് വരുവാണ്. അതിനിടയ്ക്കൂടെ ഇനി ഇത് പോട്ടെ, പിണറായിയുടെ ഭാര്യ എന്റെ കൂടാണ് അന്ന് കണ്ണൂർ പോയത്. അന്ന് MR കുമാർ ഇവിടെ കൂടെ അകമ്പടിയായിട്ട് പോയിരിക്കുകയാണ്. അവിടെ സിറ്റി പോലീസ് കമ്മീഷൻ നേതൃത്വത്തിൽ സകല കാര്യം ഭാര്യയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇതില്ലാത്ത ഒരു ജീവിതം ആലോചിക്കാൻ പറ്റും. എങ്ങാനും സതീശനെങ്ങാനും ആണ് മുഖ്യമന്ത്രിയെങ്കിൽ എത്ര പോലീസുകാരുടെ സമയം 2 പോലീസുകാരെ കൊടുക്കായിരിക്കും കൂടി വന്നു. അതെ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യത്തില്ല. പ്രതിപക്ഷ നേതാവായിരിക്കാൻ പുള്ളിക്ക് നാണോ അനുവദിക്കത്തില്ല. ഇല്ല, ഇത് ഇപ്പൊ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇങ്ങേരെ ഇപ്പം LDF തോറ്റ് ഒരു 40 സീറ്റിലെങ്ങാണ് ഒതുങ്ങിയ അത് അത്രയും പോലും വരത്തില്ല എന്നാണ് ശരിക്കും പറഞ്ഞത്. കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് 89 സീറ്റാണ് UDF. അല്ല, ഞാൻ അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ UDF അനുകൂല തരംഗം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായാൽ 100-110 ഒക്കെ ആവാം, 110 വരെ വരാം. അത് പക്ഷേ അത് അത്രയും പറയാന് നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മൾക്കും ഒക്കെ ഒരു ഭയമുണ്ട്. കാരണം ഇനി അത്രയും വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്?
പക്ഷേ നമ്മൾ ഒന്ന് 2099 സീറ്റല്ലേ 99 സീറ്റ് UDF വന്നത്. അപ്പൊ അതുപോലൊരു മുന്നേറ്റം ഇവിടെ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഇല്ല. അതാണ് അതേ പണ്ട് 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അത് 110 കോൺഗ്രസ് എല്ലാവരും അതെല്ലാരും വന്ന് ആകെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ഏക സ്ഥലം കേരളമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഏക സ്ഥലം കേരളം. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ഈ സാഹചര്യങ്ങൾ പിണറായി വിജയന് ബോധ്യമായി തോൽവിയാണ്. ആ തോൽവി അദ്ദേഹത്തെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. ആ ഭ്രാന്തിന്റെ ജൽപ്പനങ്ങളാണ് ഇന്നിപ്പോൾ കാണിച്ചത് മുഴുവൻ. കത്തെഴുതാനേ പറ്റത്തുള്ളൂ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സംവാദം നേരിട്ട് പറ്റത്തില്ല ഫേസ്ബുക്കിൽ, കാരണം വേറെ ആളുകൾ പണി ചെയ്തോളൂ. അതുകൊണ്ടാണ് അറിയാവുന്ന പണി നീ പോടാ ഈ കേരളീയ സമൂഹത്തെ മൊത്തം പറയാൻ ഒരു കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യമുണ്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരം. മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്നവർ മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡാഷ് മോനെ രേവന്ത് എന്ന് വിളിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുഖ്യമന്ത്രി പദവി ഇറങ്ങുക, അങ്ങനെ അവിടെ തുടരുക. എന്തായാലും കേരളീയ സമൂഹത്തെ ഒരുമിച്ച് ആട്ടിയിരിക്കുകയാണ്. പച്ചത്തെറി വിളിച്ച് പിണറായി വിജയൻ ഇദ്ദേഹം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട സമയമാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന് ഇത്തരം ഒരു ദുരന്തം, ഇത്തരം അപകടം ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്ദി, നമസ്കാരം.